ഓക്കെ, അപ്പോൾ ഈ ഒരു മൂവിയില് ഇപ്പോൾ എന്താ പറയുക മെയിൻ ക്യാരക്ടറായിട്ടാണല്ലോ വരുന്നത്. അതെ. സോ ഇത് ഫസ്റ്റ് മൂവിയാണ് ആകാശിന്റെ? എൻ്റെ ഫസ്റ്റ് മലയാളത്തില് എന്നല്ല, ഫിലിം ഇൻഡസ്ട്രിയിൽ തന്നെ എൻ്റെ ആദ്യത്തെ ഫിലിമാണ്. ഇതിനു മുന്നേ ഞാൻ മ്യൂസിക് വീഡിയോസിൽ അഭിനയിച്ചിട്ടുണ്ട്, 2-3 മ്യൂസിക് വീഡിയോസിൽ അഭിനയിച്ചിട്ടുണ്ട്. മൂവി ഒരു ക്യാരക്ടർ ചെയ്യണത് ആദ്യമായിട്ട്. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു? എങ്ങനത്തെ പ്രിപ്പറേഷൻ എടുത്തായിരുന്നു? പ്രിപ്പറേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നോട് വെയിറ്റ് കുറച്ച് ഗെയിൻ ചെയ്യാൻ പറ്റുമെന്ന് ഡയറക്ടർ ആവശ്യപ്പെട്ടു. അപ്പോൾ ആ ഒരു ടൈമിൽ എനിക്ക് കുറച്ച് വെയിറ്റ് അത്ര കുറവായിരുന്നു. ഇപ്പോഴും സെയിം സിറ്റുവേഷൻ. അപ്പോൾ ആ ടൈമിൽ അങ്ങനെ വെയിറ്റ് ഗെയിൻ ചെയ്യാൻ പറഞ്ഞിരുന്നു, അത് മാത്രം. പിന്നെ നമ്മുടെ ഡയറക്ടർ സാർ എന്നെ അപ്രോച്ച് ചെയ്ത് സ്ക്രിപ്റ്റ് എല്ലാം തന്നു. സ്ക്രിപ്റ്റ് എല്ലാം കഥ വായിക്കാനും എൻ്റെ ക്യാരക്ടർ മനസ്സിലാക്കാനും ഒക്കെ പറഞ്ഞു. സോ അങ്ങനെയാണ് പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ അത്രയൊക്കെ. ഫസ്റ്റ് മൂവി തന്നെ നായകനായി കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷം തന്നെയാണ്. ഒരുപാട്. കാരണം നമ്മൾ ഒരിക്കലും ഏതൊരു വ്യക്തിക്കും, ഞാൻ ഒരുപാട് പേര് കേട്ടിട്ടുണ്ട്, അഭിനയിക്കാൻ താല്പര്യമുള്ള, അഭിനയിക്കുന്ന ഒരുപാട് നല്ല നല്ല കഴിവുള്ള, അവസരങ്ങൾ കിട്ടാതെ, റെക്കഗ്നീഷൻ കിട്ടാതെ പോകുന്ന ഒരുപാട് ടാലൻസ് ഉണ്ട്. അപ്പൊ അവർക്കൊക്കെ സത്യം പറഞ്ഞ സിനിമയിൽ ജസ്റ്റ് 1 സെക്കൻഡ് 2 സെക്കൻഡ് ക്യാമറയുടെ മുന്നിൽ ഒന്ന് വന്ന് പോവാനുള്ളൊരു ഇതാണ് അവർ ആഗ്രഹിക്കുന്നത്. അത്രേ ആഗ്രഹിക്കുന്നുള്ളൂ. അപ്പൊ അങ്ങനെ ആഗ്രഹിക്കുന്ന ഇത്രയും നമ്മുടെ കൂട്ടത്തിലുള്ള ഇത്രയും ജനങ്ങളിലും ഇത്രയും നല്ല കാലിബർ ഉള്ള വ്യക്തികൾ, ആർട്ടിസ്റ്റിന്റെ മുന്നിൽ നമുക്ക് ഇങ്ങനെ ഒരു അവസരം ഇങ്ങോട്ട് വന്നതാണ്, ഞാൻ അങ്ങോട്ട് പോയതല്ല. അപ്പൊ ഇങ്ങോട്ട് വന്ന് നമുക്ക് കിട്ടുമ്പോൾ, അതും മെയിൻ ലീഡ് ക്യാരക്ടർ എന്നൊക്കെ പറഞ്ഞ് കിട്ടുമ്പോൾ ഒരുപാട് ഹാപ്പിനെസ് ആണ്. ആൻഡ് ഐ ഫീൽ റിയലി ബ്ലെസ്ഡ്. അപ്പോ ഈ ഒരു സിനിമയുടെ ലൊക്കേഷൻ ഒക്കെ എവിടെയായിരുന്നു? ലൊക്കേഷൻ കാഞ്ഞിരക്കൊല്ലി കുന്നുമേഖല അവിടെയായിരുന്നു. പിന്നെ ഇരിട്ടി ടൗൺ. സോ മോസ്റ്റ്ലി ഇറ്റ് വാസ് ഇൻ കണ്ണൂർ സൈഡാണ്. അപ്പോ അവിടുത്തെ മൂവിയിലാണെങ്കിൽ ആ ഒരു ഭാഷ രീതിയൊക്കെയാണോ? കണ്ണൂർ ഭാഷ തന്നെയാണ്. അപ്പൊ ഭയങ്കര പാട് തോന്നിയായിരുന്നു ആ രീതി കൊണ്ടുവരാനൊക്കെ? ഇല്ല, ഞാൻ ആക്ച്വലി ഒരുവിധം അഡ്ജസ്റ്റ് ചെയ്തിട്ട്, പിന്നെ ഡബ് ചെയ്തത് ഞാനല്ല, അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ഈ ഒരു മൂവിയില് ഇപ്പൊ ഈ കൈലാഷ് ചേട്ടൻ അല്ലെങ്കിൽ നമ്മുടെ ഉണ്ണിച്ചേട്ടൻ അങ്ങനെ പറഞ്ഞ കുറച്ച് അധികം എക്സ്പീരിയൻസ് ആയ കുറച്ച് ആർട്ടിസ്റ്റുകളും ഉണ്ട്, പിന്നെ അല്ലാണ്ട് പുതുമുഖങ്ങളും എല്ലാവരും ഉണ്ട്. അപ്പൊ അവരെപ്പോഴുണ്ടായിരുന്ന എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഒബ്വിയസ്ലി എൻ്റെ ആൻസർ എന്തായിരിക്കും? വെരി ഹാപ്പി. കാരണം കൈലാഷ് ചേട്ടനൊക്കെ ഞാൻ സിനിമയിൽ കണ്ടിട്ടുണ്ട്. ഉണ്ണിച്ചേട്ടനെ നമ്മൾ മറിമായത്തില് ഒരുപാട് കോമഡി ക്യാരക്ടേഴ്സ് ചെയ്യുന്ന ചേട്ടനെ നേരിട്ട് അവരുടെ കൂടെ അഭിനയിക്കുക എന്ന് പറയുമ്പോൾ അത് ഇറ്റ്സ് എ ബ്ലെസ്സിങ്. കാരണം നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത ക്യാരക്ടേഴ്സ് ആണ്. ഇപ്പൊ കൈലാഷ് ചേട്ടനായാലും ഭയങ്കരമായിട്ട് എന്താ പറയാ കോപ്പറേറ്റീവ് ആയിരുന്നു. എല്ലാവരും ഒരു കുടുംബം പോലെയായിരുന്നു കഴിഞ്ഞിരുന്നത് ഞങ്ങളുടെ സെറ്റില്. ഓക്കെ, അപ്പൊ ഈ ഒരു മൂവിക്ക് ശേഷം ഇനി വേറെ നെക്സ്റ്റ് പ്രോജക്ട് അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടോ? ഇല്ല, സോഫാർ വന്നിട്ടില്ല. ഞാൻ ശ്രമിച്ചിട്ടില്ല. ഞാൻ ഈ ഒരു പ്രോജക്റ്റ് കഴിഞ്ഞിട്ട്, ബിക്കോസ് എൻ്റെ ഫസ്റ്റ് പ്രോജക്റ്റ് ആണിത്. ആദ്യത്തെ ഒരു ഫിലിം നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ വേറെ ചാൻസസ് ഫസ്റ്റ് ഫിലിം റിലീസ് ആയതിനു ശേഷം നമ്മൾ പിടിക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. ബട്ട് ഐ ആം ഓപ്പൺ ഫോർ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ഓഫേഴ്സ്. ഓക്കെ, അപ്പൊ നമ്മുടെ സിനിമ റിലീസിന് ഒരുങ്ങുകയാണ്. എന്താണ് നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്? പ്രേക്ഷകരോട് പറയാനുള്ളത് 24th മെയ് ഞാൻ നിങ്ങളുടെ ബിഗ് സ്ക്രീനിൽ വരും, തിയേറ്ററിൽ. സോ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഈ പടം തിയേറ്ററിൽ തന്നെ പോയി കാണണം. ഇഷ്ടരാഗം എന്ന ഫിലിം ടൈറ്റിലിൽ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല അടിപൊളി മെലഡി ഗാനങ്ങളുമായിട്ട് ഈ സിനിമ ഉടൻ തന്നെ റിലീസ് ചെയ്യുന്നതാണ്. സോ തീർച്ചയായിട്ടും നിങ്ങൾ പോയി കാണുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ വൻ വിജയകരമാവട്ടെ എന്ന് സിനിമ വൻ വിജയകരമാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു.